നമുക്ക് എത്രത്തോളം നമ്മുടെ ദേശീയപാത കാസർഗോഡ് നുള്ളിപ്പാടി ദേശീയപാതയിലൂടെ പോകുന്ന വാഹനങ്ങൾ വിരലിലെണ്ണാവുന്ന വാഹനങ്ങൾ മാത്രമാണ്. പക്ഷെ സർവീസ് റോഡ് നോക്കൂ, നിങ്ങൾ സർവീസ് റോഡ് നോക്കൂ. ഇതാണ് സർവീസ് റോഡിന്റെ അവസ്ഥ. ഇതിനെതിരെ ശബ്ദമുയർത്തേണ്ട അത്യാവശ്യമാണ്. എല്ലാ ആൾക്കാരും, കാസർഗോട്ടുകാർ എല്ലാവരും ശബ്ദമുയർത്തണം. ഇങ്ങനെ പോയാൽ കാസർഗോഡ് നഗരത്തിലേക്ക് എത്തണമെങ്കിൽ മണിക്കൂറുകളോളം സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. നിലവില് ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് എവിടെയാണ് ഉള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കാസർഗോഡ് ചെർക്കള ഭാഗത്തേക്ക് പോകുന്നവർക്ക് വിദ്യാനഗർ കഴിഞ്ഞിട്ട് BC റോഡ് നായ്മാറമൂലക്ക് അടുത്ത് മാത്രമാണ് എൻട്രൻസ് ഉള്ളത്. ഇനിയിപ്പോ കാസർഗോഡ് നഗരത്തിലേക്ക് വരുന്ന കുമ്പള ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കാസർഗോഡ് അടുക്കത്തെ വയൽ എക്സിറ്റ് ഇറങ്ങിയില്ല എങ്കിൽ, അവർക്കത് വിട്ടുപോയി എങ്കിൽ പിന്നീട് അണങ്കൂർ കഴിയണം ഒരു എക്സിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പൊ നഗരം കഴിഞ്ഞിട്ടാണ് എക്സിറ്റും എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ഇത് വലിയൊരു ദുരവസ്ഥയാണ്. നമ്മുടെ ഭരണാധികാരികൾ, നമ്മുടെ അധികാരികൾ, അതുപോലെ തന്നെ ഭരണകർത്താക്കന്മാര്, ജനപ്രതിനിധികൾ ശബ്ദമുയർത്താത്തതിന്റെ വലിയ ദൂഷ്യഫലമാണ് നാം കാണുന്നത്. കാസർഗോഡ് നഗരത്തിൽ അനുഭവിക്കുന്ന ഗതാഗത കുരുക്ക് ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇത് ഇന്ന് ഒരു ദിവസത്തെ കാഴ്ചയല്ല. ഏകദേശം എല്ലാ ദിവസവും ഇങ്ങനെയാണ് കാസർഗോഡിന്റെ അവസ്ഥ. സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ദേശീയപാതയാകട്ടെ ശൂന്യമായി കിടക്കുന്നു. ദേശീയപാതന്റെ അവസ്ഥ എങ്ങനെയാണ്? ദേശീയപാത ഇതാ നുള്ളിപ്പാടിയിലെ ദേശീയപാതയാണിത്. നോക്കൂ, ആ ഗതാഗത കുരുക്കിൽ വരാൻ പറ്റാത്ത വാഹനങ്ങൾ 1-2 മാത്രമേ ഇതിൽ കടന്നു പോകുന്നുള്ളത്. കാണുന്നില്ലേ നിങ്ങൾ? ഇത് ദേശീയപാത, കാസർഗോഡ് നഗരമാണ്. ഈ നഗരത്തിലൂടെ ദേശീയപാതയിലൂടെ പോകുന്ന വാഹനങ്ങൾ നോക്കൂ. സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ നിങ്ങൾ നോക്കുക. വീണ്ടും കാണിച്ചു തരാം. സർവീസ് റോഡ്, ഇതാണ് സർവീസ് റോഡ്. കണ്ടോ? ശരിക്കും കണ്ടോ? നിങ്ങൾ അനുഭവിച്ചോ? നോക്ക്, ഉമ്മമാർ ബസ്സിൽ ദുരിതം അനുഭവിച്ച് ബസ്സിൽ ഇങ്ങനെ കാത്തു കിടക്കുകയാണ്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ, പഴയ ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ ദീർഘശ്വാസം വിടുകയാണ്. കാസർഗോഡ് ദേശീയപാത നുള്ളിപ്പാടിയാണ് ഈ പ്രദേശം. ദേശീയപാതയിലെ വാഹനങ്ങളുടെ എണ്ണം നിങ്ങൾ നോക്കൂ. നോക്കൂ, ഇല്ല, സർവീസ് റോഡ് നോക്കി നിങ്ങൾ. ഞാൻ കുറച്ച് മുമ്പിൽ പോയി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, സർവീസ് റോഡാണ്. സർവീസ് റോഡിന്റെ അവസ്ഥ. പിന്നെ കാസർഗോഡ് ഭാഗത്തേക്ക് ജസ്റ്റ് നടന്നു പോവാം, അതിന് ഹൈവേയിലൂടെ നടന്നു പോവാം. നിങ്ങൾക്ക് കാണും ഇതിന്റെ അവസ്ഥ. ഓക്കെ.